നമോ ഭഗവതേ വാസുദേവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹനുമാന്റെ പ്രത്യാഗമനം. ത്രിഭുവനമുലയെ മുഖരൊന്നൊടുങ്ങിയിലിടാൻ തീവ്രനാദം കേട്ടു വാനരസംഘവും കരുതുവിനിതൊരു നിധനമാശു കേൾക്കായതും കാര്യമാകന്ത സാധിച്ചു വരുന്നിതു പവനസുതനതിനഹി സംശയം മാനസേ പാർത്തു കാൺ കൊച്ച കേട്ടാലറിയാമതും കപിനിവകമിതി ബഹുവിധം പറയും വിധൗ കാണായി തത്രിദിശരസി വാദാത്മജം കപിനിവപഹവീരരെ കണ്ടിതു സീതയെ കാകുൽസ്ഥവീരനുഗ്രഹത്താലഹം നിശിചരവാരാലയമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു വിബുധകുലവൈരികായും ദശഗ്രീവനും വിസ്മയമമ്മാറു കണ്ടു പറഞ്ഞിതു ചടുതി ദശരഥ സുതനോടിക്കഥ ചൊല്ലുവാൻ ജാമ്പവതാദികളെയും നടന്നിടുവിൻ. അതു പൊയ്യുതു പവന തനയനെ യുവരവാരിൽ ആലിംഗ്യ ഗാഠമാരു ആചുംബ്യവാചാവാലാഞ്ചനം കുതുകമോടു കപി നിജയ നിലജനമെന്നിട്ട് കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ. പ്ലവകകുല പ്രവിരിടം മൂറി നടക്കൊണ്ടുപോയി പ്രസരവനാചലം കണ്ടുമേ വീടിനാർ. കുസുമതല ഫല മധുലതാതരുർപൂർണാം ഗുൽസമാവൃതം സുഗ്രീവപാലിതം ക്ഷുതിര പരിപീഡിതരായ കവികുലം ക്ഷുദ്വിനാശാർത്ഥമാർത്യാപരനീടിനാർ. ഫലനികര സഹിതമിക മധുര മധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കവേ തരണിസുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുയർത്തി സാദരം അതിനതു വധിച്ചു കളയണമെന്നാശു പുണ്ടുങ്ക തന്നോടപേക്ഷിച്ചോരനന്തരം അതിനവനുമരനോടാജ്ഞയെ ചെയ്യുകയാൽ ആശു മകുവനം പൂക്കില്ലെല്ലാവരും പരിചൊടതി മധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരേ ദതിമുഖനു നശിഗമനതു പാലനം ചെയ്വിതു ദാനമാനേന സുഗ്രീവശ്വാസനാൽ ദതിവദന ഭജനമോടു നിയതമതു കാകുന്ന ദണ്ഡധരമാന്മാരോടത്തു തുടക്കയാൽ പവനസുതമുഖപിടങ്ങൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ടവരുമതിദ്രുതം ത്വരിതമതദതി മുഖനുമാശു സുഗ്രീവനെ പൂർണയോഗ്യം വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവ മധുവനത്തിനു ഭംഗം വരുത്തിനാർ താരേയനാദികളായ കപിബലം സുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വാണേനേനഹം വലമധനു സുതതനയനാദികളാക്കവേ വന്നു മദ്ഭൃത്യ ജനത്തെയും നന്നുടൻ മധുവനവും ഇതു പൊയുദയിച്ചെന്തെങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനും നിജമനസി മുഖരപി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോട് ചൊല്ലിയിടിനാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നതു നിർണയം മധുവനമതല്ലെന്നാകിലെന്ന ബഹു മാനിയാതെന്നു ചൊന്നു കാൺകായുലാരുമേ അവരെ വിരവോട് വരുത്തിന്നു ചൊല്ലങ്ങു ചെന്നാത്മനി ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ അവനുമതു കേട്ടറിഞ്ഞ ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോടു സാദരം അനില തനയാംഗത സാംബവാദാദികൾ അഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരുമതു പൊയിച്ചു വാച്ച സന്തോഷത്താൽ പൂർണ്ണവേഗം നടന്നാശു ചെന്നിടിനാർ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദന ഹൃതി മരുവുമഖിലം ജഗദീശ്വരൻ പുഷ്കരനേത്രൻ പുരന്തര സേവിതൻ ഭുജഗഭിത ശയനൻ നലമലൻ ത്രിജഗദൽപി പൂർണൻ പുരുഭൂത സോദരൻ മാധവൻ ഭുജഗകുലഭൂഷണാരാധിതാംക്രീദ്വയൻ പുഷ്കര സംഭവ പൂജിതൻ നിർഗണൻ ഭുവനപതി മകപതി സദാപതി മുൽമൽപത്തി പുഷ്കര ബാന്ധവ പുത്ര പ്രിയ സഖി ബുധജന കൃതി സ്ഥിതൻ പൂർവദേവാരാധി പുഷ്കര ബാന്ധവ വംശ സമുദ്ഭവൻ ഭുജബലപദാൻവരൻ പുണ്യജനാകാത്മജൻ ഭൂപതിനന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജനവകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുതാ ഇഷ്ടപൂർണം ഭജിച്ചന്തികെ സന്തതം വിപിന ഭുവി സുഖതരം മരുന്നിക്കിൽ കൊണ്ടു വീണ വണിങ്ങ വണങ്ങിനാർ വായുപുത്രാദികൾ
പുനരധഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ. കനിവിനോട് കണ്ടേനകം ദേവിയെത്തത്ര കർഭുരേന്ദ്രന്ദ്രാലയെ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതു താപകം. കൂടെ സുമിത്ര തനയനും സാദരം ശിഥിലതര ചികുരമോട ശോകവനികയിൽ ശിശുകാമൂലദേശേ വസിച്ചിടിനാൾ. അനശനമോടതി കൃശരീരതാൻവഹം ആശരനാരി പരിവൃതയായി ശുചാം. അയൽ പെരുമുറുകി ബഹുപാഷ്പവും വാർത്തയ്യോ സദാ രാമ രാമേതി മന്ത്രവും മുകുരഭി ജപിച്ചു വിലപിച്ചു മുദ്ദാങ്കിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷാകാദാശാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേനകുലം തപചരിത തമമൃത സമഖിലമറിയിച്ചത. തമ്പിയോടും നിൻ തിരുവടി തന്നോടും ചെറുതുടജി ഭുവിരഹിതയായി മേവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവൃതസുതനോട് ചടിതി സഖ്യമുണ്ടായതും സംക്രന്ദജാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിത തുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കിശൗകമാശു നിയുക്തമായിടിനാർ. അകമഹവരുരുളിടേക്ക് വന്നിടിനേൻ ആർണവം ചാടിക്കടന്നതിവിദ്രുതം രവിത നയന ശിഖന മഹാശുരനന്ദനൻ രാമദൂതൻ ഹനുമാൻ എന്ന നാമവും ഭവതിയെയും അടിചടുതി കണ്ടുകൊണ്ടാനകോ ഭാഗ്യമാകന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലം മയാവ്യപ്രയാസം വൃശം പത്മജാലോകനം പാപവിനാശനം മവവചനമിതി നിഖിലാകർണ്യജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാമഗ്രസേ സരവരൻ നിർണയം മമ നയനയുഗള പദമായാതു പുണ്യവാൻ മാനവ വീരപ്രസാദേന ദൈവമേ വചനമിതി മിഥില തനയോധികം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയമൊടു തൊയ്യുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടും ചോദിച്ചിതു ദേവിയും അറിവതിനു പറകെ നീയെന്നു ത്യാദിവൃത്താന്തം വിവരിച്ചനന്തരം കഥിതമഖിലമയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചതാളാക്ഷയം വിശ്വസിച്ചിടിനാൽ അതു പൊയ്യുതിളത ഗതികളെന്നതെന്നതെന്നു ഞാൻ ആങ്കുലീയം കൊടുത്തിടിനേതാതരാൽ കരതളിരതെന്നു വിരവോട് വാങ്ങി തഥാ കണ്ണുനീർ കൊണ്ട് കയുകിക്കളഞ്ഞുടൻ ശിരസി ദൃശികളഭുവി മുത്തടത്തിങ്കലും ശീക്രമണിച്ചു വിലപിച്ചു തേജവും പവനസുത കഥയമമ മുഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടതില്ലോ സഖേ നിശിചരിതകളനു ദിനമുപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിയിടിനാർ തവചരിതമഖിലമലിവോണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം വയം അവനി പതിയെ വിരവോടു കൂട്ടിക്കൊണ്ട് വന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ സകുതുകമയോധ്യ പൂരികാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ ദശരഥസുതനു വിശ്വാസാർത്ഥമായിനി ദേഹിമേ ദേഹി ചിഹ്നം ധന്യമാതരാൽ പുനരോടടയാള വാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ അതും അവനി സുതയോടഹമിങ്ങനെ ചൊന്നവൾ ആശു ചൂടാരത്നമാതരാൽ നൽകിനാൾ കമലമുഖി കനിവോടു ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതര നഗര നിക്രേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൻ തതനു പലതരമുഖം പറഞ്ഞു കളഞ്ഞുമുൾ താപം കലർന്നു മരുവും ദശാന്തരെ ബഹുവിധച്ചോ വിഭാവേന ദുഃഖം തീർത്തു ബിംബാദരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയുമുട നയകോടു ഭംഗിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊരു ചെയ്തനേഹം അഖില നിശിചര കുലപതി കഭീഷ്ടപാസ്പദം ആരമഗ്മോർക്കേ താർത്തിടുന്നിടുവൻ പരിഭവമോടടുൾ കരുതി വന്നു നിശാചര പാപികളെ കൊല ചെയ്തേക അസഖ്യം ദശവദന സുതനെ മുകുരക്ഷകുമാരനെ ദണ്ഡശാലയത്തിനയച്ചീടിനേൻ അദദശമുഖാത്മജ ബ്രഹ്മാസ്തബ്രന്ഥനായി ആശാരാധീരനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദ ലങ്കാപുരം പിന്നെയും ദേവിതൻ പദം വിഗത ഭയമോടണങ്ങി വണങ്ങി വാങ്ങിപ്പൊന്ന വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവ ചരണ നളിന മധുനൈവ വന്ദിച്ചു ദാസൻ ദയാനിതേ പാഹിമാം ഇതി പവന സുതവചനമാഹന്ത കേട്ടളവിന്ദികാരാനന്തരം പ്രീതി പൂണ്ടിനാൻ സുരജന ദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം
സദയപുമമാരമിച്ചെയ്തിനാദരാൽ സർവസ്വമം മമ തന്നെ നിനക്കു ഞാൻ പ്രണയമനസാ ഭവാനയാൽ കൃതമായതിൽ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരപ്പിരമാവരൻ മരുതന പുത്രനെ പൂർണമോദം പുണർനീടിനാദരാൽ ഉരസി മുകുരുപ്പ് മുഖരിപു മുഖരണച്ചു പുൽകീടിനാൽ ഓർക്കെടോ മാരുത പുത്രഭാഗ്യോദയം ഭുവനതലമതിലോരവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൈ സൗഭാഗ്യമുണ്ടായടോ. പരമശിവൻ നിതിര കുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതും ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശനായി വണങ്ങിയിടിനാൾ. കിളിമകളുമതി സരസമിങ്ങനെ ചൊന്നതു കേട്ട് മഹാലോകരും തെളിയണമേ. ആത്മരാമായണേ ഉമാ മഹേശ്വര സംവാദേ സുന്ദരകാണ്ഡം സമാപ്തം. യുദ്ധകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. നാരായണ ഹരെ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരെ രാമ 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 രമാ രമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മക രാമനാരായണാത്മ രാമഭൂപദേ രാമകൃതാമൃതപാന പൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം. ഇതമാകർണ്യ കിളിമകൾ ചൊല്ലിനാൽ ചിത്തം തെളിഞ്ഞു കേട്ടുടവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവി തന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമാദികളുടെ നിശ്ചയം ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരകൽഭ ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ മോദാരുളൽ അരുൾ ചെയ്തിതാരാൽ ദേവകളാലും അസാധ്യമായുള്ളോനു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാബ്ധി ശതയോജനായാതശ്മശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊള്ളിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും എന്നുടെ എങ്ങനെ വാരിധിയെ കടന്നേടുന്നു. നക്രമകര ചക്രാതി പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് മുടുക്കിനാൻ. ദേവിയെ എന്നു കാണുന്നതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും രാമയം തീരുമാറാരു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ഭദ ലങ്കയും ഭസ്മീകരിച്ചവളം വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതു കൊണ്ട് ഞാൻ ചിന്തയുണ്ടാകരുതേതുമേ മാനസേ. ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലും ഓർത്താൽ ജയിച്ചു കൂടാതൊരു ശൂരരി കാണായ വാനര സഞ്ചയം. വഗ്നിയിൽ ചാടണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ. ഭാരിതയടക്കപ്പാനുപായം പാർക്കം നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൂക്കിത്തെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നതും രാഘവന്യൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്തു ജലധിയെ സത്വരം ചെയ്തു ബന്ധിക്കുമുൽമുനാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്വിതമിത്രപുത്രാക്തികൾ ലിത്തമാർക്കണ്യ കാകുൽസ്തനും തൽക്ഷണേ. മുമ്പിലമ്മാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിയിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ കേട്ടോ
കോട്ടമതിൽ കിടന്നെങ്ങിവയൊക്കെ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ എന്നതു കേട്ടു തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്നത്യുന്നതന്നിൽ മോർധിനി ലങ്കാപുരം പ്രാണഭയമില്ലാതെ ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ടയുന്നൂറു യോജന പുത്തൻ കനകമതിലതിൽ ചുറ്റുമേ ഗോപുരം നാലു ദിക്കിലുമുണ്ടതിൽ ശോഭിതമായതിനെയു നിലയും അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകളെയുണ്ടോ പോലെ ഏയിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂയവുമായി 28 ഗോപുരം എല്ലാറ്റിലും കിടന്നുണ്ടങ്ങാധമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാവല പങ്ക്തിയും അണ്ടർക്കോൺ ദിക്കിലെ ഗോപുരം കാപതിനുണ്ടു നിശാചരന്മാർ 10,000 ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോപരരുണ്ടു 100,000 സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000 ഉത്തരഗോപുരം കാത്തു നിൽപ്പതിനാൽ ശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ 4ലുമുള്ളതെതിർക്കുമോ ഡത്തവ്രതയും കൂടി നടുവു കാത്തിടുവാൻ അന്തപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം ഹാടക തിർമത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലങ്കാര ഭേദമാ തങ്കാപകം പറയാവതന്തലും തൽപുരം തന്നിൽ നീളേ തീനഹം മൽപത്താവിനന്യോഗേന ചെന്നേ ബലാൽ പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവൈകിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞൊരു വിവേകം ആരാമമൊക്കെ തകർത്തതു കാകുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനേൻ രക്ഷോ വരാത്മജനാകിയ ബാലന നക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവാൻ മന്നവ ലങ്കാപുരത്തിങ്കലുർന്നതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോയെ കൊല്ലുക വൈകാതവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണനും ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ യാരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ എന്നറിഞ്ഞവൻ കൊല്ലാതെ അയടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്കഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസാ പുച്ഛം പൊതിഞ്ഞവൻ അഗ്നി കൊളുത്തിരാളപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേ 200 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ 4 മുടക്കി നേത്വൽ പ്രസാദത്താൽ ഒന്നുകൊണ്ടു മിനിക്കാള വിളംബനം നന്നല്ല പോക പുറപ്പെട്ടു കാശു നാം യുദ്ധസന്നദ്ധരായി ഭദ്രരോഷം മഹാപ്രസ്ഥാനമാശു ഗുരുവിക്രമം സംഖ്യയില്ലാതോളുമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപകം ലംഘനം ചെയ്തു നക്തഞ്ചര നായകൻ കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനനൻ കുകൃതി തീർത്തു സങ്കരാന്തയെ ബലാൽ പങ്കജനേത്രനെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര വരും പുരുഷൻ പ്രഭോ യുദ്ധയാത്ര അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോട് അരുൾ ചെയ്തിരു കഞ്ചവിലോചനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കൽ പന്നബോധം ആമോദം പുറപ്പെടുകെ വരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാമൂലം ഹതിപ്രദം ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായി നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുള്ളവനാൻ വമ്പരാമാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാതി പ്രമുഖരായുള്ളവർ മുൻപിൽ ഞാൻ മാരുതി കണ്ടവുമേറിമൽ പിമ്പേ സുമിത്രാത്മജോപരി സുഗ്രീവനെന്നേ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലൻ ശൂലി സമാനനം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളിനനും ശതബലിതാരനും ചൊല്ലുന്ന വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ലൊരു സൈന്യവും കൂടി പുറപ്പെട്ടതേതുമേ വൈകരുതേ ആടങ്കലുണ്ടാതാർക്കും വഹിക്കടോ
ഇത്തമരുൾ ചെയ്തു മർക്കട സൈനികം മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാൻ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രീഞ്ചരേശ്വര രാജ്യം പ്രതിപരമാസ്തയാഗ്വേകാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാതി നടന്നടങ്ങുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവനന ജീവജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കു മഹേന്ദ്ര ജലാന്തികെ മേവിനാർ. മരുതി തന്നെ കണ്ടദേശത്തിന്നും പാരിലിറങ്ങി രഘുകുലനാഥനും താരയ കണ്ടമകർന്ന സൗമിത്രയും പാരിലിയഞ്ഞു വണങ്ങിനാൻ അഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരുതി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരുതി തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിനാശു നാം വാരിയുമൊത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാതിതയെ കടപ്പാനുപായവും ധീരരായുള്ളവയൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർക്കു കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരു ഉപദ്രവിച്ചിടുവോർ ഏവുമരുൾ ചെയ്തു സന്ധ്യയും നന്ദിച്ചു മേവിനാൻ പാർവതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൈക ബലങ്കരമൈത്രവും ഉഗ്രം വരുണാലയം ധീമനിസ്വനം അത്യുന്നത തരംഗാഢ്യം അഗാധിമം ഇത്തരണം ചെയ്വതിന്നരികതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാ രാമ പാർശ്വേ മരുവിരനാർ. ചന്ദ്രനും അപ്പോയുദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖ ഹർഷ ഭയക്രോധ ലോപാദികൾ സൗഖ്യമതമോഹകാമാജാന്മാദികൾ അഞ്ജനാലിംഗത്തിനുള്ളവയങ്ങനെ സുജ്ഞാതരൂപനായുള്ള ചിന്താത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നതു ദേഹാഭിമാനിനാം. കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതികളും. മുഖ്യനാം രാമൻ പരാത്മാ പരം പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്ക് തോന്നും വൃത ദുഃഖി എന്നും സുഖമെന്നുമുള്ളാമതു ഒക്കെ ഓർത്തതുല്ലദ്ഭുതന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥപുത്രരും ആത്മാജാതികളായ കവികളും വാരാനിധിക്കു വടകരേകരവര വാരതി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനനും ജയിച്ചു ജഗത്രയും ലങ്കയിൽ വായുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോട് മന്ത്രനികേതനം പൂക്കിരുന്നീടിനാൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്കരും ഒരു തോകത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ പൂക്കോട് വന്നകം പൊക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതെ ഇച്ഛാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാത്മക്ഷണ കുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടം എന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കവിക്കുലസേനയും രാമനും അഗ്നി തന്നുത്തരത്തീരെ മരുവിന്നോർ. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർക്കിങ്ങളെന്നുടെ മന്ത്രങ്ങൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം. നന്നായി വിചാരിച്ച് ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ ദതമും മിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യം മിതം മിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊയിഞ്ഞു തോന്നിയിടുന്നതും മുത തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതും തമം. പിന്നെ രണ്ടാമതും മധ്യമം ചൊല്ലുവാൻ ഓരോ തരം പറഞ്ഞു തങ്ങുള്ളത് തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിന്നേ കമത്യമായേവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചതു പിരിവതു മധ്യമമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞതു.
സാധിപ്പതിനു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പരതീർഷ്യയാ കാലുഷ്യ ചേതസ കലിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്നയും പൂണ്ടുപിരിയുന്ന മന്ത്രമോ നിന്ദ്യയായുള്ളോരഥമവത്രയും. എന്നാൽ ഇവന്നെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളൻ അഭംഗിതജ്ഞാന്മാർ നിശാചരൻ ചൊല്ലിനാർ. നന്നു നന്നെത്രയും ഓർത്തുള്ളനുള്ളിൽ ഇന്നൊക്കെ കാര്യ വിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നോ ആകുലം എന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമിങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അദ്ഭുതം. വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ പദ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാമേഘനിനാഥോർക്കനി വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വേ ജിതശ്രമം പൊരും നിജശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതു അദ്ഭുതം എത്രയും ഓർത്തുകൊണ്ടോളവം. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകും. ഓങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പലരും മറ്റുള്ളാരു ചൊല്ലുനി. പിന്നെ മയനാ മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാർക്ക് ഉണ്ടെന്തു ചൊല്ലേണമോ. കൈലാസ ശൈലമിളക്കിയെടുത്തുള്ള ആലോലമാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിത്തെ ത്രൈലോക്യവാസികളെല്ലാം ബവൽബലമാലോക്യ ഭീതി കലർന്നു മരുകുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കാകിൽ നാണമാം. നാം ഒന്ന് ഉപേക്ഷിക്കണ കാരണാലേതുമേ രാമയമെന്നിയെ പോയിക്കൊണ്ടതും അവന് ഞങ്ങളാരാനുമെന്നറിയില്ലെന്നുമേ. അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ. മാനമോടിന്നിനി ഞങ്ങളിൽ ലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലും മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയും ഇല്ലെന്നതും വരും. ഇന്നൊരു കാര്യ വിചാരമാക്കി പലർ ഒന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം നമുക്കത് മുൾക്കോർത്തമുള്ളെങ്കിലും ജഗൽ പ്രഭോ. നത്തഞ്ചര വരിരുദ്ധം പറഞ്ഞവൾ ഉൾത്താപമൊട്ടുകാരൻ കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നു മാടമോദം നിജ പീഠമതിന്മേലിരുത്തിദശ്യസനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നെ ചിത്താനുഗാഗേണ കേൾപ്പിച്ചതന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വായുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്തു കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനി. രാമൻ ഭവാൻ ക്ഷണം കണ്ടുകിട്ടുകൾ ഭൂമിയിൽ വായ്വാനയക്കില്ല എന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനം ശ്രീരാമൻ വിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ. മോഹേന നാദവേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം മുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതുമെനിക്കെന്നതുള്ളതു ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചൊല്ലുമതിങ്കൽ മനസ്സിങ്കൽ കാരണം. ചൊല്ലുവൻ മുന്നം കയിന്ന ജന്മത്തിലെ വാസന കൊണ്ടിതു നീ കരുതാർക്കുമേ ശാസനയാലും അടങ്ങുന്നതില്ലതോ. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റ ജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അവനയനം നീയതു നാട്ടിലുള്ളോർക്കു ആപത്തിനായി നിർണയം. ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരും ഒക്കെ അടുക്കുവന്. ജാനകി തന്നെയും അനുഭവിച്ചിടുക നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാനന്ദ സാധിച്ചു കൊൾകനി. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയം ഓർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദാരിയാം കുംഭകർണോക്തി കേട്ടങ്ങൾ ഇന്ദ്രജിത്തും പറഞ്ഞിടുന്നാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരൊക്കെയും ഒടുക്കിനാൻ. ആശു വരുവനാജ്ഞയും ചെയ്കിലോ നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം.
അന്നേരമാഗതമായ വിഭീഷണൻ ധന്യൻ നിരാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരീകത്തിങ്ങരുതാശാനനൻ ചന്നാനവനോട് പത്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരദശാനന, കേൾക്കണം എന്നുടെ വാക്കുകൾ എന്നു നീ നല്ലതു ചൊല്ലേണം എല്ലാവരും തന്നിൽ കൊള്ളാവരോട് ചൊല്ലുന്ന ബുദ്ധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്കു നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപൻ. മത്തനുത്തമൻ പ്രഹസ്തൻ വികടനും സുപ്തജ്ഞയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ചാമ്പൂലമാലി പ്രകചക്കനും. കുംഭൻ നികുംഭൻ കമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരൻ മഹാപാർശ്വനും. കുംഭകനും ത്രിശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രതംശ്രാതി വീരരും. യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷണനും മകരാക്ഷനും. ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരന ഇന്ദ്രജിത്തിനും മാമല്ലവനോടടോ നേരെ പൊരുതു ജയിപ്പതിനോരുമേ ശ്രീരാമനോട് കരുതായ മാനസേ. ശ്രീരാമനായതു മനുഷ്യനല്ല കേളാനെന്നറിവാനും എല്ലാവരും. ദേവേന്ദ്രനുമല്ല വഹ്നിയുമല്ലവൻ വൈവാസത്വനുമല്ല നിരുത്തിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല വീശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്ര വസ്തുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിരല കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തുവൻ പന്നിയായി മന്നിടും പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹ രൂപം ധരിച്ചിട്ട് കൊന്ന ഹിരണ്യകശിപുവിനെ വീരനെ ലോകൈകനാഥനവാൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടാൻ. കൊന്നാരുരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ സുരാശ്രമാകയാൽ അന്നന്ന സുരസൈകയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കലമാവീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിയിടുവാൻ. സേവിപ്പവർക്കഭയത്തോടൊരുപ്പൊരു ദേവനൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ. ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലനം ഭുജലോചനൻ. ഈശ്വരൻ നിന്ദാപകൻ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുകമടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടുകൊടുത്തു തൽപദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിനാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻ പദം നൽകിയിടുവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക നേരത്തിൻ ബാലക താടകയെ കൊല ചെയ്താനൊരുമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുഭാഗ്യ മുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വെച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കി തോർക്ക നീ. ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാ മയ്യൽ മീയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുടാരായുധനായ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാതനെ കൊന്നുകളഞ്ഞതും ചന്നകാരാദികളാൽ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവൻ അല്ലയോ. അർണവം ചാടിക്കടന്നെടുവിടേക്കു വർണ്ണോജര നേത്രനെ കൊണ്ടു പറഞ്ഞിടുനാൻ. വഗ്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നു ഈയാതെ ശ്രീനിരിക്കെ തവൻ നന്നു നന്ദാകനെ തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോട് വൈരം വൃത തൻവങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടും മത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലുതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കുണ്ടെങ്കിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു പൂവിൽ മത്സരം വച്ചു തുടങ്ങിനാൻ. പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും മുരലക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ഒരുമേ കഷ്ടകാലത്തിങ്കൽ എന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുത്തിനാൽ നിന്നു നാമളല്ല പോകുന്ന വേർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ. അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വന്നരേ മാമയം ഉള്ളിൽ എനിക്കുണ്ടതും കൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി. താരാർക്കു മകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവും ഒടുങ്ങിയാൽ മാനസേ. മാനിനിയെ കൊണ്ടുകാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്കനീ. മുമ്പിലെയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോട് കലാം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വായുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്കനീ. രാക്ഷസരാജ ജയിക്കനീ. സാക്ഷാൽ മഹേശ്വരനോട് വിണങ്ങാലല കൊണ്ടാൽ നേർക്ക് വർണ്ണനെ. ജാനകി ദേവിയെ കൊണ്ടെടുത്തു
സുഖിച്ചു വസിക്കനീ സംശയമെന്നിയെ നൽകുക ദേവിയെ, വംശം മുടിച്ചു കളയുക വേണമേ. ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദനനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന, ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തുവരവൻ നിർണയം. ഇത്തരം എന്നോട് ചൊല്ലിക്കിലാശുനി വധ്യനാമെന്നല്ല ഇല്ല സംശയം. രാത്രിഞ്ചരാധിപതിനത്തരം ചൊന്നവൾ ഓർത്താൻ വിഭീഷണൻ ഭാവത്തോടുത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധ്യൌഷധങ്ങളുമേകിയാലേതുമേ പോരുവിരുമനോടിഞ്ഞി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ട നീ കാമേ വിധിമതം. ശ്രീരാമദേവ പദാംബോജമെന്നിയെ മറ്റാരും ശരണം എനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊൾകവ ജന്മമുള്ള ഞാൻ. സത്വരം നാലമത്യാരുമായവൻ ഇത്തം നിരൂപിച്ചറുപ്പിച്ചു പുറപ്പെട്ടു. ധാരതനായലതു മിത്രഭൗതികവും ദൂരെ പരിത്യജ്യ രാമപദാംബുജം. മാനസത്തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിടാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണെ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമോ രാമനെ ഇങ്ങനെ നിന്നു നിർണയം. പോകായികലോ മമ ചന്ദ്രഹാസത്തിങ്കൽ ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ, താവകനായുള്ള നിയോഗമനുഷ്ഠിപ്പനാവതല്ലതും അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമേകിലോ എന്നതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്കനി. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലദശാതനും അന്തിനെ രാമനായി. ജാതനായകൻ ജാലകാലനെ കാലിയും സീതാഭിധാനേന ജാതയാടിനാൽ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതേ നാമോദമോടിങ്ങുവാനിൽ വരും. എങ്ങനെ പറഞ്ഞു ഞാൻ ചൊന്ന ഹിതോക്തി അങ്ങു ഭവാനുള്ളിലേക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാപേക്ഷിച്ചു കാരണം. വന്നു പിറന്നതു രാമനായി നിർണയം പിന്നെ ഇതിനത്യം സംഭവിക്കുമോ. ആശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ.